ശശി തരൂരിനെ കേന്ദ്ര പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്തിയതിനെ സ്വാഗതം ചെയ്ത് കെ.പി.സി.സി. രാജ്യത്തിന്റെ നിലപാട് അവതരിപ്പിക്കാൻ തരൂരിന് കഴിയുമെന്ന് കെ.പി.സി.സി. വ്യക്തമാക്കി. എന്നാൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ച ലിസ്റ്റിൽ തരൂരിന്റെ പേരുണ്ടായിരുന്നില്ല. റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, ഇപ്പോൾ പ്രതിനിധി സംഘത്തിൽ തരൂരിനെ ഉൾപ്പെടുത്തിയത് ഹൈക്കമാൻഡ് നൽകിയ ലിസ്റ്റ് ഒഴിവാക്കിയാണ് എന്ന കാര്യം അറിയാതെയാണോ ഇങ്ങനെയൊരു കെ.പി.സി.സിയുടെ പ്രതികരണം വന്നത്? എന്താണ് മനസ്സിലാക്കേണ്ടത്? സ്മൃതി, അതിനൊരു സാധ്യതയുണ്ട്, അത് തള്ളാൻ കഴിയില്ല. കോൺഗ്രസ് നേതാക്കൾ ഇക്കാര്യത്തിൽ ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറായില്ലെങ്കിലും കോൺഗ്രസിൻ്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലാണ് ഇന്നലെ വൈകിട്ടോടെയാണ് അങ്ങനെ ഒരു രാത്രിയോടെ ശശി തരൂരിനെ പ്രതിനിധിയാക്കിയതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു വാർത്ത പങ്കുവെച്ചുകൊണ്ട് അതിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് ഐ എൻ സി കേരള എന്ന എക്സ് അക്കൗണ്ട്, അത് കോൺഗ്രസിൻ്റെ കെ.പി.സി.സിയുടെ ഔദ്യോഗിക അക്കൗണ്ടാണ്. അതുവഴിയുള്ള ഇങ്ങനെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡ് നേരത്തെ ഒരു പട്ടിക കേന്ദ്രത്തിന് കൈമാറിയിരുന്നു. വിദേശത്തേക്ക് അയക്കുന്ന പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്തേണ്ട പ്രതിനിധികളുടെ, കോൺഗ്രസ് നേതാക്കളുടെ പേരുകൾ ഉൾപ്പെടുത്തിയായിരുന്നു ആ പട്ടിക നൽകിയത്. പക്ഷേ ആ പട്ടികയിൽ നിന്നും പുറത്തുള്ള ശശി തരൂരിനെ അടക്കം പരിഗണിച്ചപ്പോൾ അത് കോൺഗ്രസുമായി ആലോചിച്ചില്ല എന്നതാണ് കോൺഗ്രസിൻ്റെ ഒരു പ്രതിഷേധത്തിന് കാരണം. പ്രത്യേകിച്ച് ഇത് ബോധപൂർവം ചില രാഷ്ട്രീയ നീക്കം BJP നടത്തുന്നതിൻ്റെ സൂചനയാണോ എന്നൊരു സംശയം കൂടി ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികൾക്കുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയത്. അതേസമയം സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ഇതിനെ എക്സ് അക്കൗണ്ടിലൂടെ അത് സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഏതായാലും കെ.പി.സി.സി. അധ്യക്ഷനോ വർക്കിംഗ് പ്രസിഡന്റുമാരോ ഇക്കാര്യത്തിൽ ഇതുവരെ ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. ഇന്ന് വൈകിട്ട് 4:30 ഈ വിവാദത്തിൽ ശശി തരൂർ MP തിരുവനന്തപുരത്ത് പ്രതികരിക്കുമെന്നാണ് നമുക്ക് ഒടുവിൽ അറിയാൻ കഴിയുന്നത്. അല്പസമയത്തിന് തന്നെ കെ.പി.സി. അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പ്രതികരണവും വരാൻ സാധ്യതയുണ്ട്. ഏതായാലും കേന്ദ്ര സർക്കാരിന് നന്ദി അറിയിച്ചുകൊണ്ട് ഈ നയിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ പേര് ഉൾപ്പെടുത്തിയതിൽ നന്ദി അറിയിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇതിനകം തരൂർ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഒരു പരസ്യ പ്രതികരണം വൈകിട്ട് പ്രതീക്ഷിക്കാമെന്നാണ് റോഷിപാൽ റിപ്പോർട്ട് ചെയ്തത്.